ടു ഇമ്പൽ. സോ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് അനീമിയയും അതിൻ്റെ കോസുമാണ്. സോ ഓൾറെഡി നമ്മൾ അനീമിയ എന്താണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അനീമിയയുടെ കോസുകൾ നമ്മൾ ചെറുതായിട്ടൊന്ന് പറഞ്ഞായിരുന്നു, അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. സോ ഇതിലങ്ങനെ അധികം ഒന്നും നമുക്ക് പഠിക്കാനില്ല, അല്ലെങ്കിൽ അധികം കോൺസെൻട്രേഷൻ ഇല്ല, എന്നാൽ കുറച്ചുണ്ടെന്ന് താനും കേട്ടോ. സോ അയൺ ഡെഫിഷ്യൻസി അനീമിയെ പറ്റി ആദ്യം പറയാൻ പോകുന്നത്. അയൺ ഡെഫിഷ്യൻസി അനീമിയ പറയുമ്പോൾ എന്തായിരിക്കും? അയൺ ഡെഫിക്കേറ്റ് ആയതുകൊണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ നമ്മളെ ബോഡിയിൽ അയൺ പ്രോപ്പറായിട്ട് ഇനാഡിക്വേറ്റ് ആയിട്ട് അബ്സോർബ് ആവാതെ വരുന്ന കണ്ടീഷനിലും വരാറുണ്ട്. സോ ബേസിക്കലി അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ടാവുന്നത് ഫീമെയിൽസിലാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ മെൻസ്ട്രേഷൻ സൈക്കിളിന്റെ പ്രശ്നത്തിലൊക്കെയാണ് മിക്കവാറും ഒക്കെ വരിക. സോ അത് മാത്രമല്ല, കറക്റ്റ് ബോഡിയിൽ അയൺ റെഗുലേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അയൺ ഡെഫിഷ്യൻസി അനീമിയ വരും. സോ പാത്തോഫിസിയോളജി പറയുവാണെങ്കിൽ അയൺ എന്ന് പറഞ്ഞത് ഇറ്റ്സ് എസെൻഷ്യൽ ഫോർ എരിത്രോപോയിസിസ്, അല്ലെങ്കിൽ ടിഷ്യൂ റെസ്പിറേഷൻ, എൻസൈം കാറ്റലൈസ് റിയാക്ഷൻ, അല്ലെങ്കിൽ നമ്മളെ ബോഡിയിൽ അയൺ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എൻസൈമിൻ്റെ ആയാലും, അല്ലെങ്കിൽ ടിഷ്യൂ റെസ്പിറേഷൻ, അതായത് ടിഷ്യൂവിൻ്റെ വൈറ്റൽ കാര്യങ്ങൾക്കായാലും നമുക്ക് അയൺ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നോർമലി നമ്മൾ കഴിക്കുന്ന ഡയറ്റിനകത്ത് നമുക്ക് നോർമൽ അയൺ ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 3 to 5 gram ഓഫ് എലമെന്റൽ അയൺ നമുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ ബോഡിയിൽ 3 to 5 gram ഓഫ് എലമെന്റ് അയൺ ആണ്, അതിന് ഇക്വലൻസി കിട്ടുന്ന ഫുഡിനകത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും? ഹീമോഗ്ലോബിൻ, മയോഗ്ലോബിൻ, ട്രാൻസ്ഫെറിൻ, ഇതിലൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ആണല്ലോ ഈ ഹീമോഗ്ലോബിനിലൊക്കെ നമ്മുടെ അയൺ. അപ്പം എന്ത് ചെയ്യുന്നു? ഈ സ്റ്റോറേജ് ഒക്കെ എന്ത് ചെയ്യുന്നു? പ്രശ്നം വരികയും നമ്മുടെ ബോഡിയിൽ വരുന്നില്ല. അപ്പം എവിടെയൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞുതരാം. സോ ഹീമോഗ്ലോബിൻ, മയോഗ്ലോബിൻ, ട്രാൻസ്ഫെറിൻ, ഫെറിറ്റിൻ ആൻഡ് ഹീമോസിഡ്രിനിലൊക്കെ എന്താണ്? നമ്മുടെ അയണെല്ലാം പ്രോപ്പർലി ഡിസ്ട്രിബ്യൂട്ട് ആണ്, അല്ലെങ്കിൽ എലമെന്റ് അയൺ ഡിസ്ട്രിബ്യൂട്ട് ആണ്. അപ്പം നമുക്ക് നോർമലി അയൺ കിട്ടുന്നില്ല, പ്രശ്നം വരും. അപ്പോൾ നമുക്ക് എന്തൊക്കെ വരും? ബിഹേവിയർ ഡിസ്റ്റർബൻസ് വരാം, ഡെവലപ്മെന്റിൽ ഡിലേ വരാം, ആൻഡ് ഇംപേർഡ് വർക്ക് കപ്പാസിറ്റി, നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. അത് മാത്രമല്ല പ്രഗ്നൻസിയിലൊക്കെ ഒരുപാട് കോംപ്ലിക്കേഷൻസും വരും. സോ ഇത്രയേ ഉള്ളൂ അനീമിയ. സോ ബേസിക്കലി നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. സോ അയൺ അബ്സോർപ്ഷന്റെ റിക്വയർമെന്റ് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ 1-2 നോക്കി വെക്കുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അയൺ അബ്സോർപ്ഷൻ ആണ് കേട്ടോ. സോ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് പ്രൊമോട്ടിംഗ്, എന്താണ് ക്ലിനിക്കൽ സ്റ്റേറ്റ്. സോ ഫാക്ടേഴ്സ് പ്രൊമോട്ടിംഗ് ചെയ്യുന്നത് ഇനോർഗാനിക് അയൺസ് ഫെറസ് ഫോമിലാണെങ്കിൽ നമുക്ക് അബ്സോർപ്ഷൻ ഉണ്ടാകും. അത് കൂടുതൽ ഫർദർലി അബ്സോർപ്ഷൻ ഉണ്ടാകാൻ വേണ്ടി അസ്കോർബിക് ആസിഡ്, ഗ്യാസ്ട്രിക് ആസിഡ് ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അയൺ ചീലറ്റ്സും ഒക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ ഇതിൻ്റെയൊക്കെ അബ്സോർപ്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അബ്സോർപ്ഷൻ കൂട്ടേണ്ടത് എപ്പോഴൊക്കെയാണ്, അല്ലെങ്കിൽ കുറഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുന്നു, ക്ലിനിക്കൽ സ്റ്റേറ്റ് എന്തൊക്കെയാണ്? അയൺ ഡെഫിഷ്യൻസി ഉണ്ടാവുക, ഇൻക്രീസ് എരിത്രോപോയിസ് ഉണ്ടാവുക, പ്രഗ്നൻസിയിൽ പ്രശ്നം ഉണ്ടാവുക, ആൻഡ് അനോക്സിയ ഉണ്ടാവുക. ഇതൊക്കെ നമ്മുടെ ക്ലിനിക്കൽ സ്റ്റേറ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇത് പഠിച്ചു വെക്കുക. ബ്രീഫ്ലി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. നമ്മുടെ റെഫറൻസ് ടെക്സ്റ്റ് ബുക്കിൽ കാര്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ റെഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ, ആൽക്കലൈൻ സബ്സ്റ്റൻസും ലൈക്ക് ആന്റാസിഡ്സ് ഒക്കെ ഇല്ലേ, ആന്റാസിഡ്സ് നമ്മുടെ അയണിന്റെ അബ്സോർപ്ഷനെ കുറയ്ക്കും കേട്ടോ. ഡയറ്ററി ഫോസ്ഫേറ്റും ഫാറ്റിൻസും നമുക്ക് കുറയ്ക്കും. അത് മാത്രമല്ല ചായയിൽ നമുക്ക് ടാനിൻസ് ഉണ്ട്, അതും കുറയ്ക്കും. സോ ബേസിക്കലി അബ്സോർപ്ഷൻ കുറയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ കുറയുന്ന സമയത്ത് നമുക്ക് എന്താ ക്ലിനിക്കൽ സ്റ്റേറ്റ് ഉണ്ടാവും? ക്രോണിക് ഡയറിയ, സോ സിറ്റോറിയ, ആൻഡ് ആഡിക്വേറ്റ് അയൺ സ്റ്റോഴ്സ്, ഡിക്രീസ് എരിത്രോപോയിസിസ്, ഇൻഫ്ലമേഷൻ ഒക്കെ നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. സോ ബേസിക്കലി ഫാക്ടേഴ്സ് ആയിട്ട് എടുത്ത് ചോദിക്കില്ല, പക്ഷേ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ നോക്കാൻ പോകുന്ന ഡയഗ്നോസിസും ആൻഡ് പ്രിവെൻഷൻ ആണ്. സോ ഡയഗ്നോസിസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമുക്ക് ഓൾറെഡി അറിയാം. പ്രിവെൻഷൻ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് അണ്ടർലൈൻ കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമ്മളത് മാറ്റുക, സപ്ലിമെന്റ്സ് ഉണ്ടെങ്കിൽ കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് അങ്ങനെ കാര്യമായിട്ട് പഠിക്കാനുള്ള ഡയഗ്നോസിസോ പ്രിവെൻഷനോ ഒന്നും നമുക്ക് ഇല്ല എന്നുള്ളതാണ് കേട്ടോ. സോ ഇനി മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇൻസഫിഷ്യന്റ് ഹീമോപോയിസിസ് ആണ്. ബേസിക്കലി ഇൻട്രൻസിക് ഫാക്ടേഴ്സ്, നമ്മുടെ സ്റ്റൊമക്കിൽ ഇൻട്രൻസിക് ഫാക്ടേഴ്സിന്റെ പ്രൊഡക്ഷൻ കുറയുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? മെഗാലോബ്ലാസ്റ്റിക് അനീമിയ വരിക. സോ ബേസിക്കലി റെഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ ഓഫ് വൈറ്റമിൻ B12 ആണ് നമുക്ക് ബേസിക്കലി കോസ് വരുന്നത് കേട്ടോ. സോ പറഞ്ഞതുപോലെ വൈറ്റമിൻ B12 റിഡക്ഷൻ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള കോസ്. സോ അത് മാത്രമല്ല നമ്മുടെ ഹീമോഗ്ലോബിന്റെ മാസ് കുറയുവാണ് ചെയ്യുക. ആൻഡ് സെക്കൻഡറി ആയിട്ട് നമുക്ക് DNA ഡിഫക്റ്റുകൾ ഉണ്ടാവുകയും അത് ഡെവലപ്പ് ആവാതെ വരികയും, പിന്നെ അത് മാത്രമല്ല ഇതിന്റെ ഒരു മേജർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ പറയുവാണെങ്കിൽ നമ്മുടെ ബോൺ മാരോയിൽ തന്നെ പ്രോപ്പർ ഡെവലപ്മെന്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ് കേട്ടോ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് വരുന്നത്. സോ മെയിൻ ഡെഫിഷ്യൻസി പറയുവാണെങ്കിൽ വൈറ്റമിൻ B12 തന്നെയാണ്. ഫോളൈറ്റ് ഉണ്ട്. സോ ബേസിക്കലി DNSസും അല്ലെങ്കിൽ ന്യൂട്രീഷണൽ സ്റ്റാറ്റസും ഒക്കെ നമുക്കൊന്ന് റെക്ടിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ശരിയാക്കി എടുക്കാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഗാലോബ്ലാസ്റ്റിക് അനീമിയ നമുക്ക് ഓക്കെ ആക്കി എടുക്കാനായിട്ട് പറ്റുന്നതാണ്. സോ ബേസിക്കലി ഞാൻ വൈറ്റമിൻ B12 കോൺസെൻട്രേഷനും MCVയും HBയും സൈനും സിംറ്റവും ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ നോക്കി വെച്ച് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് ഫോളേറ്റ് ഡെഫിഷ്യൻസി
മെഗാലോബ്ലാസ്റ്റിക് ആണ് കേട്ടോ. സോ ബേസിക്കലി ഈ മൽന്യൂട്രീഷൻ, കള്ളുടിക്കുക, പ്രഗ്നൻസി, മാലിഗ്നൻസി, ഇതൊക്കെ എന്ത് ചെയ്യാം, ഈ എറിത്രോപോയിസിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കാം. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഫോളേറ്റ് ഡെഫിഷ്യൻസി അല്ലെങ്കിൽ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാകുന്നതെന്നാണ്. സോ ബേസിക്കലി നമുക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇൻക്രീസ്ഡ് എറിത്രോപോയിസ് ക്രോണിക് ഹീമോലൈറ്റിക് അനീമിയൊക്കെ വരും കേട്ടോ. ക്രോണിക് ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് നമുക്കിത് ലീഡ് ചെയ്യും എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ എഴുതുക, കോസ് എഴുതുമ്പോൾ മൽന്യൂട്രീഷൻ, ആൽക്കഹോളിസം, പ്രഗ്നൻസി എന്നൊക്കെ എഴുതുക. സോ മാലിഗ്നൻസി ഓഫ് ഇൻക്രീസ്ഡ് എറിത്രോപോയിസ് വരുന്നു. അത് മാത്രമല്ല അതാണ് ഹീമോലൈറ്റിക് അനീമിയ കോസ് ആവുന്നത്. സോ സൊറോസിസ് അല്ലെങ്കിൽ എക്സ്റ്റെൻസീവ് ബേൺ ഒക്കെ അല്ലെങ്കിൽ സെർട്ടൻ ഡ്രഗ്സുകൾ കൊടുക്കുമ്പോൾ പോലും നമുക്ക് എന്ത് ചെയ്യാം, ഈ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാകാം. സോ പാത്തോഫിസിയോളജി പറയാം, ഫോളേറ്റ് ഡെഫിഷ്യൻസി ഉണ്ടാവുകയാണെങ്കിൽ DNA സിന്തസിസ് തന്നെയാണ് ആൻഡ് മെഗാലോബ്ലാസ്റ്റിക് ആവും. അതായത് ബോൺ മാരോ സപ്രഷൻ ഉണ്ടാവുന്നത് കാരണം അല്ലെങ്കിൽ ബോൺ മാരോ സപ്രഷൻ കാരണം ഫർദർലി എന്ത് ചെയ്യില്ല, നമുക്ക് DNA സിന്തസിസോ അല്ലെങ്കിൽ മെഗാലോബ്ലാസ്റ്റിക് മാറുകയാണ് ചെയ്യുന്നുണ്ടാവുക. അത് മാത്രമല്ല ഇറ്റ് നീഡ് ഇൻ ഹീമോസിസ്റ്റിനിക് മെറ്റാബോളിസം ആൻഡ് അതർ മെത്തിലേഷൻ റിയാക്ഷൻ. സോ അതെന്താണ്, നമുക്ക് ഈ ബേസിക്കലി നമുക്ക് ഈ ബോൺ മാരോ സപ്രഷൻ ഉണ്ടാവുന്നുണ്ടല്ലോ. സോ ബേസിക്കലി ബോൺ മാരോ സപ്രഷൻ ഉണ്ടാവുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അപ്പം നമുക്ക് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഹീമോഗ്ലോബിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അനീമിക് കണ്ടീഷനിലേക്ക് മാറുന്നു. സോ ബേസിക്കലി നമുക്ക് ഈ ഒരു ബോൺ മാരോ സപ്രഷൻ എന്ന് പറയുന്നത് മാറ്റി വെച്ചാൽ അല്ലെങ്കിൽ ഒഴിച്ചു വെച്ചാൽ നമുക്ക് ഹീമോസിസ്റ്റിനിക് മെറ്റാബോളിസം അല്ലെങ്കിൽ മീത്തൈലേഷൻ റിയാക്ഷൻ ഒക്കെ നടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നു, സപ്രസ്സായി പോകുന്നു. സോ ഡയഗ്നോസ് സെയിം ആണ്, നമുക്ക് സെറം ചെയ്ത് നോക്കാം. സോ ഫോളൈറ്റിൻ്റെ തന്നെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ എറിത്രോസൈറ്റ് ഫോളൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് സ്പെസിഫിക് ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റും. സോ ബ്ലഡ് സ്മിയർ ഒക്കെ വെച്ചുകൊണ്ട് നമ്മുടെ RBCൻ്റെ സൈസ് ഒക്കെ എങ്ങനെയാണ് നമുക്ക് നോക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഒന്നും കൂടെ പറയാം, മൽന്യൂട്രീഷൻ, ആൽക്കഹോളിസം, പ്രഗ്നൻസി ആണ്. സോ DNA സിന്തസിസിനെ അഫക്റ്റ് ചെയ്യുന്നു, ബോൺ മാരോ സെപ്പറേഷൻ ആണ്. സോ ഡയഗ്നോസ് ഞാൻ പറഞ്ഞു സ്മിയർ വഴി നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. സോ അനീമിയ ഓഫ് റീനൽ ഫെയിലുവർ ആണ് ഇന്ന് ഒരുപാട് വെള്ളിയുണ്ട് ഗൈസ്. സോ ബേസിക്കലി അനീമിയ ഓഫ് റീനൽ ഫെയിലുവർ. സോ ബേസിക്കലി പ്രൈമറി ആയിട്ട് നമ്മുടെ ഈ എറിത്രോപോയിൻ സെക്രീഷൻ കുറഞ്ഞു കഴിയുമ്പോൾ നമുക്കത് കിഡ്നിയെ ബാധിക്കാറുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ആദ്യം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് RBCക്ക് ഓക്സിജനെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല, പ്രോപ്പറായിട്ട് RBCക്ക് ലൈഫ് സ്പാൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ എല്ലാ വൈറ്റൽ ഓർഗൻസിനെയും ബാധിക്കും. അതുപോലെ തന്നെ ബാധിക്കുന്ന ഒരു ഓർഗൻ തന്നെയാണ് കിഡ്നി എന്ന് പറഞ്ഞാൽ. സോ ബേസിക്കലി പാരാതൈറോയ്ഡ് ഹോർമോണോ അല്ലെങ്കിൽ സ്പെർമിൻ റിഡക്ഷനോ അല്ലെങ്കിൽ ബേസിക്കലി നമ്മുടെ മാരോയിലുണ്ടാവുന്ന റിഡക്ഷൻ തന്നെ നമ്മളെ ഇത് ബാധിക്കാറുണ്ട് എന്നുള്ളതാണ്. സോ ക്രോണിക് ആയിട്ടുള്ള ഹീമോലൈസിസ്, അത് ക്രോണിക് ആയിട്ട് ലൈസിസ് മീൻസ് നശിച്ചു പോവുക. സോ ക്രോണിക് ആയിട്ടുള്ള ഹീമോലൈസിസോ അല്ലെങ്കിൽ ബ്ലഡ് ലോസോ അല്ലെങ്കിൽ ഹീമോഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമുക്ക് അനീമിയ ഓഫ് റീനൽ ഫെയിലിയർ വരും. അതായത് ഞാൻ ഓൾറെഡി ചില ആൾക്കാർക്ക് കിഡ്നി ഒക്കെ ഡാമേജ് ആകുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാറുണ്ട്. അപ്പോൾ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുമ്പോൾ മെക്കാനിക്കൽ ഡാമേജ് ഉണ്ടാവുമെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ആ സമയത്ത് നമ്മുടെ RBC ഒക്കെ എന്തെങ്കിലും തരത്തിൽ നശിച്ചു പോവുകയോ അല്ലെങ്കിൽ അത് കാരണം RBCയുടെ ലൈഫ് കുറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അനീമിയ വരാം. സോ ഇതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി ഉണ്ടാകും. സോ ബേസിക്കലി എന്താണോ അതിന് ഡെഫിഷ്യൻസി അത് നമ്മൾ മാറ്റേണ്ടത് അത്യാവശ്യം തന്നെയാണ്. സോ ഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ലൂസിങ് ആയിരിക്കാം കേട്ടോ, ഒന്നെങ്കിൽ മെക്കാനിക്കൽ ഡാമേജ് ഓഫ് RBC അല്ലെങ്കിൽ ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി തന്നെ ഉണ്ടാകുവാണ്. സോ കോംപ്ലിക്കേഷനിലേക്ക് അലുമിനിയം ടോക്സിറ്റി, ഓസ്റ്റിയോസിസ് ഫിബ്രോസ് ഉണ്ടാവും. അങ്ങനെ ഫർദർലി അനീമിയ ആയിട്ട് മാറുവാണ് ചെയ്യുന്നത്. അപ്പോൾ എളുപ്പമാണ് കേട്ടോ. പറയാം, ഞാൻ ഓൾറെഡി RBC ഡാമേജിൻ്റെ കേസ് പറഞ്ഞു. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് പേഷ്യൻസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ എന്ത് ചെയ്യാം, ഈ ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി ഒക്കെ ഡയാലിസിസ് വഴി ലൂസ് ആവുന്നതാണ്. അല്ലെങ്കിൽ അക്യൂമുലേഷൻ ഓഫ് വൈറ്റമിൻ A ഉണ്ടാകാം, പിന്നെ അലൂമിനിയം ടോക്സിറ്റി ഉണ്ടാകാം. അപ്പോൾ ഇത് കോംപ്ലിക്കേറ്റ് അനീമിയയിലേക്ക് മാറുകയാണ് ചെയ്യുക. സോ എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുക വെച്ചാൽ പാരാതൈറോയ്ഡ് ഹോർമോണും സ്പെർമിൻ റിഡക്ഷൻ മാരോവും എന്ത് ചെയ്യുന്നു, ബേസിക്കലി എറിത്രോപോയിറ്റിലേക്ക് ലീഡ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ പാരാതൈറോയ്ഡ് ഹോർമോൺ മറന്നു പോകരുത്, അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത് കാരണം നമുക്ക് ബ്ലഡ് ലോസ് ഉണ്ടാകുന്നത് കൊണ്ടും നമുക്ക് ഒരു കണ്ടീഷനിലേക്ക് മാറിപ്പോവുകയാണ് നമ്മൾ ചെയ്യുന്നത്. സോ അപ്ലാസ്റ്റിക് അനീമിയ ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എവിടെ പറഞ്ഞു, നമ്മൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ പറയുന്നില്ല, നിങ്ങൾ വായിച്ച് മാത്രം പോയാൽ മതി. ഇനി സിക്കിൾ സെൽ അനീമിയ ആണ്. ഇതൊരു ജനറ്റിക് മ്യൂട്ടേഷൻ ആണ്. നമുക്ക് അബ്നോർമൽ ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ പ്രൊഡക്ഷൻ കാരണം ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞാൽ. നമ്മുടെ RBC സിക്കിള് പോലെ ഉണ്ടാവും, സിക്കിള് പോലെ മാറിയിട്ട് നമുക്ക് ബ്ലഡ് ഫ്ലോ തടസ്സപ്പെടുകയും അങ്ങനെ പ്രോപ്പറായിട്ട് ഓക്സിജന്റെ സഫിഷ്യൻസി കിട്ടാണ്ട് വരുന്ന ഒരു കണ്ടീഷനിലേക്ക് മാറുന്നതാണ് സിക്കിൾ സെൽ അനീമിയ പറയാം. അപ്പോൾ ഒന്നും കൂടെ പറയാം, ജനറ്റിക് മ്യൂട്ടേഷൻ ആണ്, അബ്നോർമൽ ഹീമോഗ്ലോബിൻ ആണ്, സിക്കിൾ ഷേപ്പിലേക്ക് മാറുന്നതാണ്. സോ എന്താണ് ഹീമോലൈറ്റിക് അനീമിയ, പെയിൻഫുൾ ക്രൈസിസ് ആൻഡ് റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ ഉണ്ടാകാം, ഓർഗൻ ഡാമേജ് ഉണ്ടാകാം, വളർച്ച മുരടിച്ചു പോകാം,
അപ്പോൾ ഇതൊക്കെ ഉണ്ടാവുന്ന ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ആണ് കേട്ടോ. ഭയങ്കര പെയിനൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് അനീമിക് കണ്ടീഷൻ, ഭയങ്കരമായിട്ട് ഒരു അനീമിക്കായിട്ട് അവരെ കാണുമ്പോൾ വെള്ളർച്ചയൊക്കെ വന്നിട്ട്, കാര്യം പ്രോപ്പർ ഓക്സിജൻ പോലും ഓർഗൻസിലൊന്നും എത്തുന്നില്ലല്ലോ. സോ ഡയഗ്നോസ് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നമ്മൾ ഹീമോഗ്ലോബിൻ്റെ അളവുകൾ നോക്കുക, പിന്നെ ഡയഗ്നോസ്റ്റിക് സ്മിയറൊക്കെ നമുക്ക് ചെയ്ത് നോക്കുക. ഓൾറെഡി നമ്മൾ പഠിച്ച ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളൊക്കെ എഴുതി അവിടെ വെക്കുക. സോ നെക്സ്റ്റ് വൺ താലസ്മിയ ആണ്. സോ ഇത് ഇൻഹെറിറ്റഡ് ഡിസോർഡർ ആണ്. സോ ഇതും ഒരു നമുക്കിങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടി തന്നെയാണ്. സോ ബേസിക്കലി ഇംപയർഡ് പ്രൊഡക്ഷൻ ഓഫ് നോർമൽ പോളിപെപ്റ്റൈഡ് ചെയിൻ ഓഫ് ഗ്ലോബിൻ, അതായത് നമ്മുടെ ഹീമോഗ്ലോബിനിൽ നമ്മുടെ നോർമൽ പോളിപെപ്റ്റൈഡ് ചെയിൻ ഓഫ് ഗ്ലോബിൻ ഉണ്ടാവില്ലേ, അത് പ്രോപ്പറായിട്ട് ഉണ്ടാവില്ല. അപ്പം മോസ്റ്റ് പ്രീവലന്റ് ആർ ആൽഫ ആൻഡ് ബീറ്റ താലസ്മിയ. മിക്കവാറും ആൾക്കാരിൽ കാണുന്നത് ആൽഫയും ബീറ്റയും ആയിരിക്കും എന്നുള്ളതാണ്. കൂടെ പറഞ്ഞതുപോലെ ഇൻഹെറിറ്റഡ് ഡിസോർഡർ ആണ്, ആൽഫ ബീറ്റയാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന തലസ്മിയ. സോ പാത്തോഫിസിയോളജി പറയുവാണെങ്കിൽ നോർമലി പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആൽഫ ബീറ്റ ആണല്ലോ ഇവിടെ പ്രശ്നം വരുന്നതല്ലോ. അപ്പോൾ ലോ ഹീമോഗ്ലോബിൻ കണ്ടന്റ് ആണ് വരിക. സോ ബേസിക്കലി എക്സസ് നോർമൽ ഗ്ലോബിൻ ചെയിൻ ഫ്രം അൺസ്റ്റേബിൾ അഗ്രിഗേറ്റ്സ് കോസിങ് സെൽ മെംബ്രെയിൻ ഡാമേജ് ആൻഡ് പ്രിമച്വർ ഡിസ്ട്രക്ഷൻ. സോ ബേസിക്കലി ഇപ്പോൾ എക്സസ് ആയിട്ട് നോർമൽ ഗ്ലോബിൻ ചെയിൻ ഉണ്ടാവുമല്ലോ, അപ്പം ഇവിടെ നമുക്ക് അൺസ്റ്റേബിൾ ചെയിൻ ആണ് വരിക, അല്ലെങ്കിൽ അൺസ്റ്റേബിൾ അഗ്രിഗേറ്റ് ആവുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സെൽ മെംബ്രെയിൻ ഒക്കെ നശിച്ചു പോവുകയും അല്ലെങ്കിൽ ഡാമേജ് വരികയും അങ്ങനെ ഫർദർലി ലാക്ക് ഓഫ് ഓക്സിജൻ വരികയും അങ്ങനെ ഒരു കണ്ടീഷനിലേക്ക് പോവുകയാണ്. കാര്യം നോർമൽ ഗ്ലോബിൻ നമുക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. സോ ബേസിക്കലി ക്രോണിക് ഹീമോലൈസിസ്, ഇൻഫെക്ഷൻ, എറിത്രോപോയിസിസ്, അങ്ങനെ ഒരുപാട് കണ്ടീഷനിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ ഹൈപ്പോക്രോമാറ്റിക് അനീമിയ, അല്ലെങ്കിൽ അയൺ ഓവർലോഡ് എന്നുള്ള ക്ലിനിക്കലി നമ്മൾ പോവുകയാണ് ചെയ്യുക. സോ ബേസിക്കലി സിവിയർ ഫോം ആണെന്നുണ്ടെങ്കിൽ ബോൺ മാരോ ഹൈപ്പർട്രോഫി ഒക്കെ ഉണ്ടാവും കേട്ടോ. ഗ്രോത്ത് കുറയും, വളർച്ചയൊക്കെ മുരടിച്ച് പോകുന്നൊരു കണ്ടീഷനിലേക്ക് പോകും. അപ്പോൾ ഒന്നും കൂടെ പറയാം, താലസ്മിയ ആണ്, ഇൻഹെറിറ്റഡ് ഡിസോർഡർ ആണ്, ഹീമോഗ്ലോബിൻ്റെ അളവ് വളരെ കുറയുവാണ് ചെയ്യേണ്ടാവുക. ആൻഡ് പാത്തോഫിസിയോളജി പറഞ്ഞു ആൽഫ ബീറ്റയാണ്, മറന്നു പോകരുത്. ആൻഡ് ക്ലിനിക്കൽ പ്രസൻറ്റേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഓരോ പോയിന്റ് ആയിട്ട് നമുക്ക് പഠിച്ചു പോകാം. സോ ഹീമോലൈറ്റിക് അനീമിയ തന്നെ ഇൻഹെറിറ്റനും ഉണ്ട്, അക്വേർഡും ഉണ്ട്. സോ ഹീമോലൈറ്റിക് അനീമിയയിൽ ഗ്ലോബിൻ സിന്തസിസ് ഡിഫക്റ്റ്, അതായത് നമുക്ക് ഗ്ലോബിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ഗ്ലോബിൻ ആണ് നമുക്ക് പ്രശ്നം വരുന്നുണ്ടെങ്കിൽ, എക്സാമ്പിൾ സിക്കിൾ സെൽ അനീമിയ, തലസ്മിയ, ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇനി എറിത്രോസൈറ്റിക് മെംബ്രെയിൻ ഡിഫക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഹെറിഡിറ്ററി ആയിട്ട് വരുന്ന സ്പെറോസൈറ്റോസിസ് ആയിരിക്കും വരിക. ആൻഡ് എറിത്രോസൈറ്റ് എൻസൈം ഡിഫക്റ്റ് ആണെങ്കിൽ G6PD ഡെഫിഷ്യൻസി ആയിരിക്കും. സോ ബേസിക്കലി അനീമിയെ പറ്റി ചോദിക്കുവാണെങ്കിൽ ഈ ഒരു സംഭവം എഴുതി വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ പറയാം, ഇൻഹെറിറ്റ് ഹീമോലൈറ്റിക് അനീമിയ ആണെങ്കിൽ ഗ്ലോബിൻ സിന്തസിസ്, എറിത്രോസൈറ്റിക് മെംബ്രെയിൻ ആൻഡ് എറിത്രോസൈറ്റ് എൻസൈം ഡിഫക്റ്റ് ആണ്. ആൻഡ് അക്വേർഡ് ആണെന്നുണ്ടെങ്കിൽ ഇമ്മ്യൂൺ മീഡിയറ്റ് ആയിരിക്കും, വാം ആൻറ്റിബോഡി, കോൾഡ് അഗ്ലൂട്ടിൻ ഡിസീസ് ആണ് വരിക. ആൻഡ് മൈക്രോ ആൻജിയോപത്തിക് ആൻഡ് ട്രോമാറ്റിക് ഇൻഫെക്ഷൻ റിലേറ്റഡ് ഉണ്ട്. എക്സോജിനസ് സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് ബൈ ലിവർ ഡിസീസ് ആകാം, അല്ലെങ്കിൽ ഹൈപ്പോഫോസ്ഫറ്റമിൻ ആകാം. എനിക്കറിയാം ഈ പേരുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു കൺഫ്യൂഷനും പഠിക്കാൻ കുറച്ച് പാടാണ്. പക്ഷേ പഠിക്കാൻ പറ്റുവാണെങ്കിൽ, ഇറ്റ്സ് നോട്ട് സോ മാൻഡേറ്ററി, പക്ഷെ പഠിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും കേട്ടോ. സോ ഞാൻ ഓൾറെഡി G6PD ഡെഫിഷ്യൻസി പറഞ്ഞു. എന്താ G6PD ഡെഫിഷ്യൻസി? സോ G6PD എൻസൈം ഡെഫിഷ്യൻസി നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു RBC ഉണ്ടാക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു RBC ഉണ്ടാവില്ല എന്നുള്ളതാണ്. സോ G6PD ഡെഫിഷ്യൻസി ലീഡ് ടു റെഡ്യൂസ്ഡ് പ്രൊട്ടക്ഷൻ അഗെയിൻ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഇൻ RBC. സോ നമ്മുടെ നോർമലി RBCയിൽ ഉണ്ടാവുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഡിഫക്റ്റ് ചെയ്ത് നിൽക്കാനായിട്ട്, അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ആർക്ക് പറ്റില്ല? G6PD എൻസൈം ഇല്ലെങ്കിൽ പറ്റില്ല. അതായത് ഇപ്പോൾ RBC ഉണ്ട്, ഈ RBCക്ക് ഒരു ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാവുകയാണെന്ന് വെച്ചോ. അപ്പോൾ അത് റെഡ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യുന്ന ആരാണ്? G6PD എൻസൈമാണ്. അപ്പോൾ അതില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു? സ്ട്രെസ് ഉണ്ടാവുന്നു. സോ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്താണ്? ഇപ്പോൾ ഡ്രഗുമായിട്ട് എക്സ്പോസ് ചെയ്യുന്നു, ഇൻഫെക്ഷൻ ആകാം, അല്ലെങ്കിൽ ഓക്സിഡേറ്റീവ് ഡാമേജ് ആകാം. അപ്പോൾ എന്തെങ്കിലും ഡാമേജ് RBCക്ക് ഉണ്ടാകുമ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് G6PD ഡെഫിഷ്യൻസി. സോ ഇത് ഇല്ലാണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമുക്ക് നോർമലി അനീമിക് കണ്ടീഷനിലേക്ക് വരുന്നു. സോ ഹീമോലൈസിസ് എന്താണ്? ഹീമോലൈസിസ് എന്ന് വെച്ചാൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ആണ് കേട്ടോ. സോ ഹീമോലൈസിസ് എന്ന് വെച്ചാൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ആണ്. സോ ഗ്ലോബിൻ ചെയിൻ ഉണ്ടാവില്ലേ, ഗ്ലോബിൻ ചെയിൻ ഡീനാച്ചുറേറ്റ് ചെയ്ത് പോകുന്നു, നശിച്ചു പോവുകയാണ് ചെയ്യുക. ഡീനാച്ചുറേറ്റ് ചെയ്ത് പോവുകയും അങ്ങനെ ഫോമിങ് ഹെൻസ് ബോഡി. സോ ഹെൻസ് ബോഡീസ് ആവുകയും ആൻഡ് പ്രിമച്വർ ഹീമോലൈസിസ്, അതായത് ഒരു കംപ്ലീറ്റ് മെച്വർ ആവുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യും? നശിച്ചു പോയി അങ്ങ് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഒന്നും കൂടെ പറയാം, G6PD ആണ്. G6PD is an enzyme which help in against the oxidative stress in the red blood cells. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. സോ ബേസിക്കലി ഡ്രഗ് ഇൻഫെക്ഷൻസ് ഒക്കെ ഇത് ബാധിക്കാനുള്ള ചാൻസ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? പ്രിമച്വർ ആയിട്ട് തന്നെ ഡിസ്ട്രക്റ്റ് ആയി പോകുന്നു. ഇത്രയും പോയിന്റ് ആണ് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടത്.
ഇനി ഓട്ടോ ഇമ്യൂൺ ഹീമോലൈറ്റിക് അനീമിയ ആണ്, ലാസ്റ്റ് ആണ്. സോ കോൾഡ് അഗ്ലൂട്ടീവ് ഹീമോലൈറ്റിക് അനീമിയ ഉണ്ട്. അതായത് നമ്മളെ ബോഡിയിൽ IgM ആൻറ്റിബോഡി ഉണ്ട്. ഈ IgM ആൻറ്റിബോഡി എന്ന് വെച്ചാൽ RBC ആയിട്ട് ബൈൻഡ് ചെയ്യും അറ്റ് ലോ ടെമ്പറേച്ചർ. അതുകൊണ്ടാണ് കോൾഡ് എന്ന് പറയുന്നത് കേട്ടോ. സോ അസോസിയേറ്റ് വിത്ത് മൈക്കോപ്ലാസ്മ ന്യൂമോണിയ. സോ ബേസിക്കലി മൈക്കോപ്ലാസ്മ ന്യൂമോണിയ അല്ലെങ്കിൽ ഇൻഫെക്ഷ്യസ് മോണോന്യൂക്ലിയസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ലോ ടെമ്പറേച്ചർ വരുമ്പോൾ RBC ആയിട്ട് IgM ആൻറ്റിബോഡി ആവുകയും അങ്ങനെ അവിടെ എന്ത് ചെയ്യുന്നു, അങ്ങനെ പ്രശ്നം വരുന്ന ഒരു രീതിയിലേക്കാണ് ഓട്ടോ ഇമ്യൂൺ ഹീമോലൈറ്റിക് അനീമിയ വരിക. സോ ബേസിക്കലി ഫോളിക് ആസിഡ് സപ്ലിമെന്റ് കൊടുക്കേണ്ടി വരും. പിന്നെ കൂടുതൽ തണുപ്പിലൊന്നും എക്സ്പോസ് ചെയ്യാൻ പറ്റില്ല അവർക്ക്. അങ്ങനെ ഒരുപാട് കണ്ടീഷനിലേക്ക് മാറും കേട്ടോ. അപ്പം വാം ആണെങ്കിലോ ഇവിടെ IgG ആൻറ്റിബോഡിയാണ് RBCയുമായിട്ട് അറ്റാച്ച് ആവുന്നത്. അങ്ങനെ ഇത് ബേസിക്കലി വാം ആയിരിക്കുമല്ലോ. സോ ബേസിക്കലി ഡിസ്ട്രക്ഷൻ ബൈ മാക്രോഫേജസ്. സോ മാക്രോഫേജസ് കാരണം എന്ത് ചെയ്യുന്നു, ഡിസ്ട്രക്ഷൻ ഉണ്ടാവുകയാണ് ചെയ്യുക. സോ ഇതൊരു ഇഡിയോപ്പത്തിക്കോ അല്ലെങ്കിൽ സെക്കൻഡറി അണ്ടർലൈങ് ഡിസീസോ, അതായത് ഇപ്പോൾ വേറെ ഏതെങ്കിലും അസുഖം ഉണ്ടാവുന്നത് കൊണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അസുഖത്തിന്റെ പ്രശ്നത്താലായിരിക്കും നമുക്ക് എന്തുണ്ടാവുക, ഈ വാം ആയിട്ടുള്ള ഓട്ടോ ഇമ്യൂൺ ഹീമോലൈറ്റിക് അനീമിയ ഉണ്ടാവുക. സോ ബേസിക്കലി സ്റ്റീറോയിഡ്സോ ബ്ലഡ് ട്രാൻസ്ഫ്യൂഗേഷനോ അല്ലെങ്കിൽ ഇമ്മ്യൂണോ സപ്രസ് ഏജൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശരിയാക്കി എടുക്കാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ രണ്ടെണ്ണം കോൾഡ് ആൻഡ് വാം ആണ്. വാം ആണെങ്കിൽ IgG, കോൾഡ് ആണെങ്കിൽ IgM ആണ് വരിക കേട്ടോ. സോ ബേസിക്കലി ഇഡിയോപ്പത്തിക് ആണ്, സെക്കൻഡറി ഓഫ് അണ്ടർലൈങ് ഡിസീസ് ആണ്. വാം ആണെങ്കിൽ അത് മാത്രം തിരിഞ്ഞു വരുന്നത്. അപ്പോൾ സിമ്പിളാണ്. സോ ഓൾറെഡി നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു ഐഡിയ കിട്ടിക്കാണും, എങ്ങനെയാണ് എന്താണെന്ന് കിട്ടിക്കാണും. ഇവിടെ എത്തുമ്പോൾ ഇച്ചിരി കൺഫ്യൂഷൻ വരും. സോ നിങ്ങൾ സെൽഫ് സ്റ്റഡി തന്നെ മാക്സിമം പഠിക്കുക. സോ ഇത് ക്ലാസ് നല്ലപോലെ കേട്ടതിന് ശേഷം മാത്രമേ റെഫറൻസ് വായിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സോ നെക്സ്റ്റ് കാണാം. താങ്ക് യു.